സമാധിയായി. 10:30-ക്ക് തുടങ്ങിയത് 11:30 ആയപ്പോ അച്ഛൻ സമാധി കറക്റ്റ് സമാധിയായി. അച്ഛന്റെ സമാധി ജീവൻ സമാധിയാണ്. സമാധിയാണ് ഇന്ന് സമാധാനം കെടുത്തുന്നത്. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു ചോദിക്കേ. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയിൽ വിചിത്രമായ വാദങ്ങളാണ് നാട് മൊത്തമുള്ള സംസാരം. രണ്ട് ഭാഗവും കേട്ടിട്ട് തീരുമാനിക്കാവോ? ഇതുവരെ കുടുംബാംഗങ്ങളുടെ കാര്യം ഇപ്പൊ ചോദിച്ചിട്ടില്ല. കുടുംബാംഗങ്ങളെ സപ്പോർട്ട് ഹിന്ദു സംഘടന പ്രതികളെ ഞങ്ങളെ ചോദിച്ചിട്ടില്ല. ഞാൻ അഡ്വക്കേറ്റ് എൻ ജി ഗിരീഷൻ, ക്ഷേത്ര സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ്. ആഘോഷ സമന്വയ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ എന്റെ സമാധിയുടെ ചടങ്ങ് അങ്ങനെ ആരും കാണാൻ പാടില്ല. ജീവൽ സമാധിയാണ് ഞാൻ ചെയ്യുന്നത്. സമാധിയുടെ ചടങ്ങ് ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് എന്നെ സമാധി ഇരുത്തണം. അപ്പൊ സമാധി അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ അടുത്ത് എല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അച്ഛൻ ആ പത്മപീഠത്തിലേക്ക് പത്മാസനത്തിൽ അച്ഛൻ കയറി ഇരുന്നു. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. പത്മാസനത്തിൽ ഇരുന്നും കൊണ്ട് 6 ആധാര ചക്രങ്ങൾ അച്ഛൻ ഉണർത്തി മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രത പത്മത്തിലേക്ക് തന്റെ പ്രാണൻ അച്ഛൻ ഇരുത്തി. അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായി. സമാധി സ്വാഭാവികമാണ്, എന്നാൽ ഇത്രയും വെറൈറ്റി ആദ്യമാണ്. ബഹുമാനപ്പെട്ട RDO പെരുമാറേണ്ടത് അങ്ങനെയല്ല. അദ്ദേഹം ഈ കുടുംബത്തിന്റെ കൺസേൺ കൂടെ കേൾക്കണം. അദ്ദേഹത്തിന്റെ മകൻ രാവിലെയും വൈകുന്നേരവും പൂജ നടത്തുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരു ദുരൂഹ മരണം നടത്തി കുഴിച്ചിട്ട ഒരു ലാഘവത്തിൽ ഈ ഒരു സമാധി സ്ഥലത്തെ കണ്ടുകൂടാ. അവരിതിനെ പൂജയായിട്ട് നടത്തുന്നതാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചെയ്യട്ടെ. ഇവിടുത്തെ നെയ്യാറ്റിൻകര താലൂക്കിലടക്കം ഇതുപോലത്തെ ഒട്ടനവധി സമാധികളുണ്ട്. ആ സമാധി സ്ഥലങ്ങളെല്ലാം തന്നെ ഭാവിയിലെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെയൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവിടെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവരൊക്കെയാണ് നമ്മളെ വന്ന് ഉപദ്രവിക്കാൻ വരുന്നത്. കേസ് കൊടുക്കണം പിള്ളേച്ച, പോലീസ് അന്വേഷിക്കട്ടെ. സമാധിയെ ഇത്രയും ഫേമസ് ആക്കിയത് ഗോപൻ സ്വാമിയും കുടുംബവുമാണെന്നുള്ളതിൽ ഇപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഗോപൻ സ്വാമി സമാധിയായി. ഈ പോസ്റ്ററാണ് ഇന്ന് ഒരു നാടിന്റെ മുഴുവൻ സമാധാനം കെടുത്തിയത്. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചുവെന്ന് ചോദിച്ചപ്പോൾ മരിച്ചെന്ന് ആരും പറഞ്ഞില്ലല്ലോ, സമാധി ആയെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്ത് നല്ല കുടുംബം, ഭാര്യയും കൊള്ളാം, മക്കളും കൊള്ളാം. നിങ്ങളെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. ഒരു അമ്മയും 2 മക്കളും. ആ മക്കളെ രണ്ടിനെയും ഞാൻ അളിച്ചു വഷളാക്കിയെന്ന് ബാലേട്ടൻ എപ്പോഴും പറയാറ്. കുറച്ചൊക്കെ സത്യം അത്. സമാധി പോസ്റ്റർ കണ്ടതോടെ ആളും ബഹളവുമായി. പിന്നെ പോലീസും എത്തി. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? തന്റെ ചെയ്യട്ടെ. നമ്മളെ വിഷയം ഉണ്ടാകില്ല. അവിടെ പോലീസ് ഉണ്ട്, കളക്ടർ വന്നിട്ടുണ്ട്, സബ് കളക്ടർ നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നിയമമായിട്ടാണ് പറഞ്ഞത്. ജനുവരി 9 വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചുവെന്നാണ് മക്കളുടെ മൊഴി. അയ്യോ, മരിച്ചുവെന്നല്ല, സമാധിയായി എന്ന് വേണം പറയാൻ. അതായത് അച്ഛൻ കാലം 11:30 ആയപ്പം എന്റെ അച്ഛൻ സമാധിയാവണമെന്ന് പറഞ്ഞ് ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ക്ഷേത്രത്തില് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു വന്ന് എനിക്ക് സമാധിയാവണമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ സ്വയം നടന്നു വന്ന് സമാധി പീഠത്തിൽ ഇരുന്നു എന്നാണേ ഇവർ പറയുന്നത്. 81 വയസ്സുള്ള കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ സ്വയം നടന്നു വന്ന് സമാധി പീഠത്തിൽ ഇരിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്.
അതന്നെ ഇപ്പോ ചെറിയ സംശയം നിങ്ങൾക്കും ഇല്ലേ? ആ ഇനി എങ്ങാനും സ്വാമിയെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇന്ത്യ ഒട്ടുക്കും കേരള ഒട്ടുക്കും ഇതുപോലെ ഒട്ടനവധി സമാധികളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഞാനൊന്നും മിണ്ടുന്നില്ല. എന്തായാലും കല്ലറ പൊളിക്കാൻ കലക്ടർ അനുമതി നൽകിയെങ്കിലും കുടുംബം ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അങ്ങനെ ഏത് ഒഫീഷ്യൽ ചെയ്താലും മുകളിൽ തൂങ്ങും. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പവർ പോകുമെന്നോ ഹിന്ദു വികാരം വ്രണപ്പെടുമെന്നോ ഗോപൻ സ്വാമിയെ അടക്കിയിരിക്കുന്ന കല്ലറയല്ലെന്നും സമാധി മണ്ഡപമാണെന്നുമാണ് കുടുംബത്തിന്റെ വാദം. ചുമട്ടുതൊഴിലാളിയായിരുന്ന ഗോപൻ സ്വാമി പെട്ടെന്നൊരു നാൾ ക്ഷേത്രവും സ്ഥാപിച്ച് പൂജയും ആരംഭിച്ച് സ്വാമിയായി. പിന്നീട് കുടുംബം മുഴുവൻ ഇതേ പാതയിൽ. എന്തായാലും കല്ലറ പൊളിക്കാതെ സത്യം തെളിയില്ല. അവര് പറഞ്ഞ് ഇത് എന്തായാലും അതിൻ്റെതായിട്ട് നിയമപരമായിട്ടുള്ള നടപടി എടുത്ത് പൊളിക്കുമെന്നാണ് പറഞ്ഞത്. അതൊന്നും സമ്മതിക്കത്തില്ല. തൻ്റെ ഉള്ളവർ ചെയ്യട്ടെ. ഗോപൻ സ്വാമി സമാധിയായതാണോ അതോ സ്വാമിയെ സമാധിയാക്കിയതാണോ എന്നൊക്കെ വഴി അറിയാം. എല്ലാം പൊളിയൊന്നും കണ്ടറിയാം.